ഒക്കെ നല്ല അടിപൊളിയാവുന്നുണ്ട്. കുറെ കമന്റ്സ്, കുറെ അഭിപ്രായങ്ങൾ, കുറെ വിമർശനങ്ങൾ ഒക്കെ വരുന്നുണ്ട്. ഇൻഷാല്ല വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ഏറ്റെടുത്തതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷം. നമുക്ക് 30K എബോ ആയിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളോ ഒക്കെ ആയിട്ടുള്ളൂ. അപ്പൊ 30K ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ എന്റെ ഡേ മൈ ലൈഫ് ഞങ്ങളുടെ ഡേ മൈ ലൈഫ് വീഡിയോസും നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ. അപ്പൊ അവർക്കൊക്കെ താങ്ക്സ് കിട്ടാം. പിന്നെ ഞങ്ങൾ കുറെ ഷോർട്സ് ഒക്കെ ഇതിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു റൗണ്ട് ആയിട്ടാണ്. അതെ, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ആണ് കേട്ടോ. അപ്പൊ അപ്പോൾ കുറെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തതിൽ കുറെ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ഓൾറെഡി ആൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയാത്ത കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുകൾ നമ്മളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ ആൻസേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ഇട്ട സമയത്ത് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഒത്തിരി ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന് കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു റൗണ്ട് കൂടി ആയിരിക്കും. അപ്പൊ അധികം സംസാരിച്ച് ടൈം നമുക്ക് വേഗം റൗണ്ടിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ദുബായിലേക്ക് തിരിച്ചു പോകുന്നില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആശ ഒരു വട്ടം അതിനുശേഷം ഒന്ന് പോയിട്ട് വന്നായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ അഫ്കോഴ്സ് തിരിച്ചു പോകും. കാരണം നമ്മളെ ജോലിയും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പൊ ഫുഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചു പോകും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ വന്നത് എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് കുറെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ദുബായ് വന്ന മുതലേ ട്രീറ്റ്മെന്റ് ഒക്കെ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് ഒരു ലേഡി പാസ്പോർട്ട്, അതെ, ദുബായ് പോകണമെങ്കിൽ ലേഡി ആയിട്ട് ദുബായിൽ പോകണം എന്നൊരു ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. പിന്നെ ഇപ്പൊ നാട്ടിലും അത്യാവശ്യം വിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോവാണ്. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നത്, നിങ്ങളിൽ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഇത് അഫ്കോഴ്സ് ഞാൻ ഒരുപാട് ഇന്റർവ്യൂകൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എങ്കിലും കുറെ ആൾക്കാർക്ക് ആദ്യം ഞാൻ ഒന്നുകൂടി പറയാം. ഞാനാണ് ഫസ്റ്റ് ഇഷ്ടം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ആശി പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ഫോൺ വിളിച്ചിട്ടാണ് സംസാരിച്ചത്. ആ സമയത്താണ് ഞാൻ ആശിനോട് പറഞ്ഞത് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ. ഒരുപാട് എല്ലാ ഇന്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് എന്താ പറ, നീ ആദ്യം പറ. നിനക്ക് മറക്കാൻ പറ്റുന്ന അനുഭവം പറ. നിന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റുന്ന അനുഭവം. എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം ഞാൻ പറഞ്ഞില്ല. എന്റെ ഫസ്റ്റ് ഉണ്ട്. ഞാൻ ഈ കില്ല കേരളന്റെ സെലക്ഷൻ ഇല്ല, അതിൽ എഗ്രിമെന്റ് ചെയ്തത് ഫസ്റ്റ് സംഭവം തന്നെ. അതാണ് ആശയുടെ ലൈഫിൽ മറക്കാൻ പറ്റുന്ന അനുഭവം. എന്റെ ലൈഫിൽ മറക്കാൻ പറ്റുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ദുബായിലേക്ക് പോയത് തന്നെയായിരിക്കും. കാരണം ദുബായിലേക്ക് ഞാൻ ഭയങ്കര എനിക്ക് ദുബായി പോകേണ്ട എനിക്ക് ഇഷ്ടം, അല്ലെങ്കിൽ നാട്ടിൽ നിന്നാൽ എന്ന് പറഞ്ഞാണ് ദുബായിലേക്ക് പോകുന്നത്. ദുബായി പോയിട്ട് ദുബായിത്തെ ലൈഫും അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ ലൈഫ് മറക്കാൻ പറ്റുന്ന അനുഭവം തന്നെയാണ്. ഇനി അടുത്ത വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ് ആണ് ചോദിച്ചത്. നിന്റെ ലൈഫിൽ നിന്നെ വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ് എന്താ? വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ് ഞാൻ ഫസ്റ്റ് ദുബായ് സ്റ്റാർട്ടിങ് പോയത് അങ്ങനെയല്ല. സ്റ്റാർട്ടിങ് പോയിട്ട് ഞാനും ഒരു 6 നേപ്പാളിയും കൂടിയുണ്ട്. അപ്പൊ എനിക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് തട്ടിയും കൂട്ടിയാണ്, ഹിന്ദി ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ 6 നേപ്പാളി. എന്നോട് വന്ന മലയാളത്തിൽ വേറതില്. അപ്പൊ ഞാൻ 2013 വന്നു. 18 വയസ്സ് സ്റ്റാർട്ട് ആയത്. 18 ഫസ്റ്റ് അപ്പൊ ഞങ്ങൾ പോയിട്ട് ഞാൻ 6 ദിവസം നടക്കുന്ന റൂമിൽ 6 ദിവസം പോയി 6 ദിവസം റൂമിൽ കിടന്ന് വിസാ ശേഷം കൂടി കണ്ടിട്ടുള്ളൂ. അപ്പൊ 6 ദിവസം പിന്നോട് എനിക്ക് ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ വീട്ടിലേക്കും കിട്ടില്ല. അപ്പൊ ഞാൻ ഒറ്റയായിട്ട് ഞാനും 6 നേപ്പാളി അവര് തമ്മിൽ സംസാരിക്കും, ഞാൻ ഇങ്ങനെ നിൽക്കും. എനിക്ക് സങ്കടം നല്ല വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വേദന. എന്റെ ലൈഫിന്റെ വേദന സംഭവം തന്നെ എന്റെ ഒപ്പം മരണപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് വേദന വന്നിട്ടില്ല. അതാണ് എന്താ ഞാൻ സംഭവം അപ്പൊ ഇത് കട്ടിങ്ങില്ല അവന് സത്യം പറഞ്ഞാല് അത് ഭയങ്കര വേദനിച്ച സമയത്തല്ലേ പറയാൻ. അത് അങ്ങനെ ഒരു ആൻസർ ഞാൻ പറയുന്ന അവൻ വിചാരിച്ചില്ല. അതുകൊണ്ടായിരിക്കും എന്റെ ലൈഫ് ഞാൻ 2 ലൈഫിലും ഞങ്ങൾ ലൈഫ് 2 പേർക്കും വേറെ ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്റെ അവന്റെ ഒപ്പം മരണപ്പെട്ടു. അഫ്കോഴ്സ് അങ്ങനെയല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോകുന്ന വേദന അത് എത്രയൊക്കെ മറക്കാത്ത വേദനയല്ല. അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഇൻസിഡന്റ് വേദന. നിങ്ങളുടെ ബന്ധം വീട്ടിൽ അംഗീകരിച്ചിട്ടുണ്ടോ? അംഗീകരിച്ചെന്ന് വെച്ചാല് 100% ഇപ്പോഴും ആരും അംഗീകരിച്ചിട്ടില്ല. ആ ഉത്തരേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ ഞങ്ങൾ പോവാറൊക്കെ ഉണ്ട്. പോവാറുണ്ട്, അങ്ങനെ വരും. ഇവരുടെ വീട്ടിൽ പോവാറേ ഇല്ല. അങ്ങനെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇവൻ കോണ്ടാക്ട് ഉണ്ട്, ഞാനായിട്ട് ഒരാളും കോണ്ടാക്ട് ഇല്ല. ആശയിൽ ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടപ്പെടാത്ത കാര്യവും രണ്ടുപേരും പറയും. എന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആശ പറയണം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആശ പറയണം. ആശിലേക്ക് ഞാൻ പറയും. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയാം. ആശിലേക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആശി ഭയങ്കര എന്താ പറയാ
അല്ലല്ല, ആശി ഭയങ്കരമായിട്ട് സ്നേഹം ഉള്ളിൽ വെക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രകടിപ്പിച്ചിട്ടുണ്ടായത് അങ്ങനത്തെ വ്യക്തിയാണ്, എല്ലാം പറയുന്നില്ല. അതൊരു കാര്യമാണ്. പിന്നെ എന്ത് വെച്ചാലും കഴിക്കും. ഇന്നത് വേണം ഒരില്ല, അത് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല, സത്യം പറയാം. എന്തും കഴിക്കും, അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെ എവിടെ പോലും നന്നായിട്ട് കെയർ ചെയ്യാറുണ്ട്. ലൈക്ക് എവിടെയാണെങ്കിലും കെയർ ചെയ്യും. പിന്നെ ഞാൻ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും 10-15 വട്ടം വിളിക്കും, നീ എവിടെയാണ് അങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല ആൾക്ക്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആള് അടിപൊളിയായിട്ട് വെൽ ഡ്രസ്സിങ്ങിലാണ് എല്ലായിടത്തും പോകുള്ളൂ. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ ആള് ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെയാണ്. പറഞ്ഞാലും മനസ്സിലാവില്ല. അതാണ് വെക്കൽ ആശം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചെയ്യും. ഒരു കുട്ടികളെ എങ്ങനെ നോക്കുന്നത് അതേപോലെ സത്യം ഞാൻ അങ്ങനെ നോക്കുന്നത്. അത് വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത് ആഷിയുടെ ഒരു ഹോബിയാണ്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് വളരെ മോശപ്പെട്ട കാര്യം. കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. എന്റെ ഇഷ്ടപ്പെട്ട കാര്യം പറയാം. നിന്റെ ഇഷ്ടപ്പെട്ട നന്നായി കുക്ക് ചെയ്യും. ഓക്കെ, നല്ല ഫുഡ് ഉണ്ടാക്കും. പിന്നെ നല്ല ഫുഡ് ഉണ്ടാക്കും. പിന്നെ എന്റെ ഒരു മൂന്ന് ചെയ്താൽ നമുക്ക് നമ്മുടെ ട്രിപ്പ് പോകണം. നമുക്ക് അടിച്ചു കൊടുക്കാം. അടുത്ത ഇഷ്ടപ്പെടാത്ത ഒന്ന് ഫുഡും ഒന്ന് വരെ മൂന്ന്. പിന്നെന്താ വെച്ചാല് ഞാൻ വീടൊക്കെ എങ്ങനെ നോക്കുന്നതൊക്കെ പറയുന്നത്. ജാസി നല്ല വീട് കാര്യങ്ങൾ. എനിക്ക് കിച്ചണിൽ കയറുന്ന അതെന്താ ജാസി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ട ജാസി കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ അവിടെ പോയി ഇരിക്കുന്നതല്ല ഹെൽപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ജാസിക്ക് എങ്ങനെ വെച്ചാൽ അവിടെ പോയിട്ട് ഇരുന്നാൽ മതി. ഫോൺ എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എന്നതാണ് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല. നേരെ അതിന്റെ കൂടെ വന്ന് സംസാരിക്കാൻ ഫുഡ് ഉണ്ടാക്കും. ഹെൽപ്പ് ചെയ്യുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടാത്തരം ഫുൾ ടൈം ഫോണില്ല. ഫോണിന്റെ മീൻസ് ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നു, എന്റെ ഫ്രണ്ട്സ് വന്നാലും ജാസി ഫുൾ ടൈം പോകണ്ട, ജാസിന്റെ ഫ്രണ്ട്സ് വന്നാലും ഫുൾ ടൈം പോകണ്ട. ഫോൺ അല്ലെങ്കിൽ ഫോണില്ലാതെ സംസാരിക്കും. ഫോൺ യൂസ് ചെയ്യുമ്പോൾ ജാസി എന്റെ വാപ്പ പറഞ്ഞു ജാസി കേൾക്കില്ല. അടുത്തത് ഒന്നുകൂടെ പറഞ്ഞു ഇഷ്ടമില്ല സ്വഭാവം. ഈ വൃത്തിയുടെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല. ശരി, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ജാസിയുടെ സൗന്ദര്യം ആഷിയുടെയും രണ്ടുപേരുടെ സൗന്ദര്യം. രഹസ്യം എന്ന് പറയുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, നമ്മൾ ഇവിടെ എന്താണ് കനകാലിക്കുള്ളൂ. ഫുഡ് കഴിക്കണം പറയാം. ഇവിടുത്തെ ചൂടാക്കി ഇവിടെ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് രാവിലെ എന്താണ് ചൂടാക്കി നമ്മള് ഞങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കും, ഫ്രൂട്ട്സ് കഴിക്കും, ഹോം ഫുഡ്സ് ആണ് അധികം ഇഷ്ടം. അങ്ങനെ പിന്നെ ഓൾറെഡി ഞങ്ങള് ഹോം റെമഡീസ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഉലുവ, പാലും അങ്ങനെയൊക്കെ സാധനങ്ങള്, തക്കാളി, തൈര്, കോഫി പൗഡർ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇടാറുണ്ട്. പിന്നെ രണ്ടുപേരും സൗന്ദര്യം. ഞാൻ ഒരു പാക്കറ്റാക്കി വേണ്ടി കൊടുക്കും, ഇവനൊരു പാക്കറ്റാക്കി എനിക്ക് ഇടും. ഇവൻ ഉണ്ടാക്കാറില്ല, രണ്ടുപേരും ഒരുമിച്ചില്ല. രണ്ടുപേരും സൗന്ദര്യ എന്ന് പറയുമ്പോൾ ആ ഒരു ടൈപ്പിനെ വരിക. നിങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഇഷ്ടമുണ്ട്. കാരണം ഞങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി കുറേ ആൾക്കാർ മെസ്സേജ് ജാസ്തി ചിരിക്കാറൊക്കെ സാ കാണത്തൊക്കെ കൊളാബും കടലിന്റെ ഇടയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ എവിടെയും കാണുമ്പോൾ നിർത്തിയിട്ട് കാണാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഡ്രസ്സിംഗ് രണ്ടുപേർക്കും ഏതൊരു ഫംഗ്ഷൻ പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങി പോകുന്നത് ഇഷ്ടമാണ് രണ്ടുപേർക്കും. അപ്പൊ നല്ല വെൽ ഡ്രസ്സിൽ അടിപൊളിയായിട്ട് ഒരുങ്ങി പോകുന്നതൊക്കെ പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അതാണ് ഞങ്ങളുടെ ഡ്രസ്സിന്റെ ഇത്. കമന്റുകൾ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? കമന്റ് ബോക്സിൽ ചോദിക്കണം, വിളിച്ചു വരാം. കൊളാബ് ചെയ്തിട്ട് ആ കമന്റ് ഡിലീറ്റ് ചെയ്യും. ആരെങ്കിലും വിളിച്ചാൽ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുള്ളൂ അല്ലേ? കമന്റ് ബോക്സ് നോർമലി വായിക്കാൻ ടൈം കിട്ടാറില്ല. ചിലതിൽ വായിക്കാറുണ്ട്, ചിലതൊക്കെ നല്ല കമന്റ്സുകൾ ഡിലീറ്റ് ചെയ്യാറില്ല കമന്റ് ബോക്സ് ഒന്നും. അതേപോലെ ഉണ്ടാവും, പക്ഷെ കമന്റ് ബോക്സ് വായിക്കൽ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിഷമം തോന്നാറില്ല. ഇഷ്ടപ്പെട്ട ഫുഡ് ജാസി or ആഷി? ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് നല്ല സദ്യ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറ്, മോരുകറി, ഉണക്കമീൻ വറുത്തത്, തോരൻ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിനക്കോ? എനിക്ക് സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഇഷ്ടം. സീ ഫുഡ് ഐറ്റംസ് എനിക്ക് സീ ഫുഡ് പറയാൻ ചാവും. പിന്നെ ആഷി സീ ഫുഡ് ഐറ്റംസ് അങ്ങനെ. ഓക്കെ, ഇഷ്ടപ്പെട്ട നടൻ ജാസി or ആഷി? എനിക്ക് അഫ്കോഴ്സ് ഞാൻ ഫഹദ് ഫാസിൽ ഫാനാണ്. എനിക്ക് ഫഹദ് ഫാസിലെ ഭയങ്കര ഇഷ്ടമാണ്. മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഫഹദ് ഫാസിലാണ് ഇഷ്ടം. ആഷിക്ക് ഇഷ്ടപ്പെട്ട നടി ആഷി പറ. എനിക്ക് നയൻതാര. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട നടി എന്ന് പറയുമ്പോൾ ഉർവശി ചേച്ചി, അന്നും ഇന്നും അതന്നെ. ഇഷ്ടപ്പെട്ട സിനിമ?
ഇഷ്ടപ്പെട്ട ഏതിലെ മുഷ്കിൽ ഏതിലെ മുഷ്കിൽ ഹിന്ദി പടം. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ഉർവശിയുടെ സ്ത്രീധനം, ഭാര്യ, അതേപോലെ നമ്മുടെ തലയണ മന്ത്രം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട സ്ഥലം, പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയും കുഴപ്പമില്ല. തായ്ലാൻഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മൂന്നാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വട്ടവടല്ല, മൂന്നാർ മനസ്സിലായി. എവിടെയാലും കുഴപ്പമില്ല, ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മൂന്നാർ, എനിക്ക് പ്രകൃതി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ചക്ക, മാങ്ങ. ചക്കയാണ് മെയിൻ. ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എന്താ? തക്കാളി. എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എന്ന് പറയുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പെട്ടെന്ന് പറഞ്ഞ വെജിറ്റബിൾ, ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കുക്കുംബർ, ക്യാരറ്റ്, കുക്കുംബർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട കളർ, എനിക്ക് പേഴ്സണലി എല്ലാ കളേഴ്സും ഇഷ്ടമാണ്. ബ്രൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ സട്ടിൽ കളേഴ്സ് ലൈക്ക് ഈ ബോളിവുഡ് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആഷിക്ക് ഇഷ്ടപ്പെട്ട കളർ രണ്ടുപേരും അതേ പോലെ തന്നെയാണ്. ജാസിയോട് നുണ പറഞ്ഞിട്ടുണ്ടോ ആഷി? അതേ പറഞ്ഞിട്ടുള്ളൂ. ആഷി നുണ പറയാറുണ്ട്. എല്ലാം ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. ഞാൻ നുണ അങ്ങനെ പറയാറില്ല. ഞാൻ നുണ പറയാറില്ല. പക്ഷെ എന്ത് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഞാൻ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സത്യം. രണ്ടുപേരും അവളോട് പറയാറുണ്ട് നുണ. ഇതിന് മുന്നേ വേറെ അഫെയർ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഉണ്ടാക്കും. നിങ്ങൾ എനിക്കില്ല, ഉണ്ടായിട്ടില്ലേ? ഓക്കെ. ആഷിക്ക് ഉണ്ടായിട്ടുണ്ട്. അഫെയർ അല്ല, അഫെയറുകളാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 2-3 അഫെയർ ഉണ്ടായിട്ടുണ്ട്. പ്ലസ് 2 പഠിക്കുമ്പോൾ ഒരു ആളെ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളെ ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ആശയം ഇവന് പിന്നെ 3 ഈ 10 പേരിലല്ല, ഈ കൈമത്തെ വല്ല കാലത്തെ വല്ല എണ്ണി നിർത്താലും തീരൂല. അത്രയും അല്ല, എനിക്ക് അറിയോട് പറയണം. ജാസിന് ഡ്രസ്സ് ഗിവ് കൊടുക്കുമെന്ന്. എന്റെ ഡ്രസ്സ് എല്ലാം പേഴ്സണലി ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഡ്രസ്സാണ്. അപ്പൊ ചില ഡ്രസ്സൊക്കെ ഞാൻ ചേച്ചിമാർക്ക് കൊടുക്കും. ഉമ്മാക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ പേഴ്സണലി എനിക്ക് പിന്നെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം സംഭവം. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ ഓരോ കളേഴ്സ് ആയിട്ട് വാങ്ങാം. എനിക്ക് ഒരുപാട് ഇപ്പൊ ബ്ലാക്ക് എടുത്ത് നോക്കിയാൽ ബ്ലാക്കിൽ ഒരുപാട് കളർ ഒന്നുമില്ല, 2-3 ഡ്രസ് ഉണ്ടാവും. പിന്നെ ചുരിദാറിന്റെ കളർ പറയുന്നത് ഇപ്പൊ റെഡ് ആണെങ്കിൽ റെഡിൽ 2-3 ഉണ്ടാവുള്ളൂ. ഒരുപാട് റെഡ് അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. കളേഴ്സ് ഒക്കെ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഓൾറെഡി. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് പിന്നെ ലൈഫിനൊക്കെ ചോദിക്കുന്നത് നമ്മുടെ നിങ്ങളെ എന്താ പറയാ ദാമ്പത്യ ജീവിതം എങ്ങനെയാണ്, നിങ്ങളെ സെക്സ് എങ്ങനെയാണ്, അതൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും പോലെ ഞങ്ങളും സെക്സ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ സെക്സ് ആസ്വദിക്കാറുണ്ട്, എല്ലാം ഉണ്ടാവാറുണ്ട്. ഒക്കെ വളരെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യമായതുകൊണ്ട് അതിനുള്ളിലേക്ക് ഞങ്ങൾ പോകാറില്ല. കുറെയൊക്കെ ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ എന്നോട് കുറെ ചോദിച്ചതിന്റെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളും ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയല്ല. ഇനിയിപ്പോ നമുക്ക് വേറെ ഒരുപാട് നല്ല നല്ല ആഷിയുടെ കുറച്ച് ദുബായിൽ വരാറുണ്ട്. അപ്പൊ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പറഞ്ഞാൽ ഞങ്ങൾ ആഷിയുടെ കുറെ ഡ്രസ്സിന്റെ ഫാൻസ് ഉണ്ട്, ചെക്കന്മാര്. അതൊക്കെ കാണിച്ചു കേട്ടോ. ആഷിയുടെ കുറെ വെറൈറ്റി ഓഫ് ജാക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ട